എൻ്റെ മകൾ ഗർഭിണിയായിട്ടിരിക്കുന്ന അവൾക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് രാത്രി ഒരുത്തൻ വിളിച്ചിട്ട് ഞാൻ അവനെ നിശ്ചിതമായ ഭാഷയിൽ സംസാരിക്കുന്നു. എൻ്റെ മകളെന്നാൽ ഏതൊരു സ്ത്രീയെ രാത്രി ഒരു 10-15 മണിക്ക് ഒരുത്തം വിളിച്ച് സംസാരിച്ചാൽ അത് ത്രട്ടനിങ് കോൾ തന്നെയാണ്. ഞാൻ അവരെ തട്ടിക്കൊണ്ടുപോയി. ഇന്നലത്തെ വകുപ്പിനകത്ത് ബലാത്സംഗ ശ്രമം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എളുപ്പം ഉപയോഗിക്കുന്ന 2 കാര്യങ്ങളാണ്: സ്ത്രീ വിഷയം എടുത്തിടുക, ജാതിക്കാണ് എടുത്തിടുക. ഒരിടത്തും പറയാറില്ല ഞാനും എൻ്റെ ഭാര്യ തന്നെ 2 ജാതിയാണ്. എൻ്റെ മകൾ കല്യാണം കഴിച്ചത് വേറെ ജാതിയിൽ നിന്നും, എൻ്റെ മൂത്ത മോളൊക്കെ ആരോ കല്യാണം കഴിക്കാൻ വേറെ മതത്തിൽ നിന്നാണ് കേൾക്കുന്നത്. എനിക്ക് ഒരിടത്തും ബാധിക്കാത്ത കാര്യങ്ങൾ ഇതൊക്കെ. അവരുടെ ഒരു വിശ്വാസം, ഒരു വിഷയം വരുമ്പോൾ അച്ഛൻ കൂടെ നിൽക്കുന്ന, അതും ന്യായവും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഏത് ലെവലിലോട്ട് വേണം പോകും കുടുംബത്തെ സംരക്ഷിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, 19 ലക്ഷം രൂപ ലോൺ എടുത്തൊരു ബിസിനസ് തുടങ്ങിയൊരു ഒന്ന് രക്ഷപ്പെട്ടു വരുന്ന സ്റ്റേജിൽ 69 ലക്ഷം രൂപ അടിച്ചോണ്ടല്ലേ ഈ ബാങ്കിൽ പൈസ അടച്ചോണ്ടിരിക്കണം. അവരോട് പോയി തട്ടിക്കൊണ്ടുവന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചീറ്റിംഗ് കേസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ അന്വേഷണം നടന്നില്ല. കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്ക് അവരോട് പറയും QR കോഡ് വർക്ക് ചെയ്യുന്നില്ല. ഒരാളൊന്ന് 10,000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ അപ്പം തന്നെ 3000 ചില്ലുവാൻ രൂപ മറ്റു 2 പേർക്കും ഷെയർ ചെയ്ത് കൊടുത്തിരിക്കും. അവനവൻ്റെ പണം പോകുമ്പോഴത്തേക്ക് അവനവനറിയാം. വല്ലവൻ്റെയും പണം പോകുമ്പോഴത്തേക്കാണ് സിമ്പതി തോന്നുന്നത്. എൻ്റെ ഫ്രണ്ട് വിളിച്ചാൽ കൃഷ്ണമാരെ എനിക്കൊരു 500 രൂപ വേണം, കൊടുക്കുന്നു, ഞാൻ നാളെ തരാം, നാളെ തന്നിരിക്കും. എല്ലാം വിശ്വാസങ്ങളാണ്. ലെഡ്ജർ വയ്ക്കുക, വൗച്ചർ വയ്ക്കുക, എന്ത് വെളിയിൽ പോകുന്നു, എന്തകത്ത് വരുന്നു, വൈകുന്നേരം അറിഞ്ഞിരിക്കണം. സാറ് വിശ്വസിക്കുന്ന പാർട്ടിയുടെ കാരണം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമുക്കിന്ന് 2 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട്. ഈ 2 മന്ത്രിമാർ എന്തെങ്കിലും പ്രസ്താവന പറഞ്ഞിട്ട് കണ്ടോ? ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് എന്തെങ്കിലും പ്രസ്താവന വന്നു? ഞാൻ ആരോടും ഒരു വസ്തുവും പറഞ്ഞില്ല. ഓഫ്കോഴ്സ് എൻ്റെ പാർട്ടിയുടെ പലരും എന്നെ വിളിച്ചെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഞാൻ ഇല്ല. വിളിച്ചതിന് നന്ദി. എനിക്കെതിരെ നടക്കുന്നൊരു ഇതായിട്ടും എൻ്റെ മകൾക്കെതിരായിട്ടും തോന്നുന്നു, എന്തോ ഒരു ഗൂഢാലോചന നടക്കുന്ന പോലെ നമുക്ക് തോന്നിത്തുടങ്ങി. കാരണം ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന, നാളെ എനിക്ക് രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ ഇലക്ഷന് നിൽക്കേണ്ടി വരും. അതിനെയൊക്കെ തടയുന്നത് പോലെ എനിക്ക് തോന്നി. ഇത് തിരിച്ചു കടിക്കും, ഇത് മുഴുവൻ അവരെ തിരിച്ചു കടിക്കും.